നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്തം നക്ഷത്രക്കാരുടെ പുതിയ മലയാള വർഷത്തിലെ ഫലങ്ങൾ നമുക്ക് നോക്കാം. കൊല്ലവർഷം 1201 അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 10, 11 ഭാവങ്ങളിലായിട്ടും ശനി 7-ലും രാഹു 6-ലുമാണ് സഞ്ചരിക്കുന്നത്. സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ പൂർണ്ണ തൃപ്തിയുള്ള ജോലി ആയിരിക്കില്ല. ഉദ്ദേശിച്ച മേഖലയിൽ ജോലി ലഭിക്കാനും പ്രയാസമാണ്. ഉദ്യോഗസ്ഥർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷനോ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ശമ്പളത്തിൽ നാമമാത്രമായ ഉന്നതി മാത്രമാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. എന്നാലും വ്യാഴം കർക്കിടക മാസത്തിൽ സഞ്ചരിക്കുന്ന കാലം, അതായത് 2025 ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ ഉള്ള സമയം വ്യാഴം ഉച്ചരാശിയിലായതുകൊണ്ട് വളരെ പെട്ടെന്നുള്ള ചില ഭാഗ്യങ്ങൾ പലതും സിദ്ധിക്കും. ലോട്ടറി ഭാഗ്യം, നറുക്കെടുപ്പുകളിൽ ഭാഗ്യം, ജോലിയിൽ അനുകൂല മാറ്റങ്ങൾ, തടഞ്ഞു വെച്ചിരുന്ന ശമ്പള വർധനവ് പെട്ടെന്ന് ലഭിക്കുക തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകും. ബിസിനസ്സിൽ വലിയ ലാഭത്തിന് സാധ്യതയില്ല. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഈ വർഷം അത്ര അനുയോജ്യമല്ല. അന്യദേശത്ത് ജോലിക്കോ പഠിപ്പിനോ അവസരം ഒരുങ്ങുന്നതാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. വീട് നിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കുന്നതാണ്. വാഹനയോഗം ഉള്ള കാലമാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ അപ്രതീക്ഷിതമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 6-ാം ഭാവത്തിലെ രാഹു ശത്രുവിജയം സമ്മാനിക്കുന്നതാണ്. ശത്രുദോഷം നന്നായിട്ട് കുറയ്ക്കും. 12-ൽ കേതു നിൽക്കുന്നത് പെട്ടെന്നുള്ള ചെലവുകൾക്ക് കാരണമാകും. പ്രണയിക്കുന്നവർക്ക് അല്പം ക്ലേശമുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ദാമ്പത്യത്തിൽ ചെറിയ തോതിൽ അലോസരം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത്തം, രോഹിണി, തിരുവോണം നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് എള്ളുതിരി തെളിയിക്കുന്നത് ഉത്തമമാണ്. ശാസ്താവിന് നീരാജനം, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. വ്യാഴം 10-ൽ സഞ്ചരിക്കുന്നത് കർമ്മഭാവത്തിന് പൂർണ്ണമായി ഗുണകരമല്ലാത്തതുകൊണ്ട് വിഷ്ണു ഭഗവാന് വഴിപാടുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്.